നമുക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ ഗ്രിൽഡ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. പ്രത്യേക ഫ്ലേവറിൽ കൂടിയാണ് ഞാനിത് റെഡിയാക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗ്രിൽഡ് ചെയ്യാനായിട്ട് ഇതുപോലെ ഇതേ ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ മിഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും ഗ്രിൽഡ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഇതുപോലെ ഞാനിങ്ങനെ വനിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഉള്ളിലേക്ക് മസാല എല്ലാം പിടിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മസാല എങ്ങനെയാണ് കൂട്ടുന്നത് നോക്കാം. ഇതിലേക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം തക്കാളിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരുമിച്ച് പേസ്റ്റാക്കി എടുത്തതാണ്. ഇനി ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസുമാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 4 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ടൊമാറ്റോ ഒരു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കനിലേക്ക് ഓറഞ്ച് നീരാണ് പുരട്ടി കൊടുക്കേണ്ടത്. ഇത് 2 ചിക്കൻ്റെ അളവിലേക്കാണ് ഞാൻ ഒരു ഓറഞ്ച് നീര് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഇതിൽ പുരട്ടി കൊടുക്കണം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മസാല പുരട്ടി കൊടുക്കുന്നത്. ഇതുപോലെ മറ്റേ ചിക്കന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 ചിക്കന് നമുക്കൊരു 15 മിനിറ്റിന് ശേഷം മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓറഞ്ച് നീര് തേച്ച് വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തോട്ടും വരുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ പുരട്ടി കൊടുക്കാം. ഇതുപോലെ നമുക്ക് നല്ലപോലെ മസാല പുരട്ടി കൊടുക്കണം. ഞാൻ ഇതിൽ ഫസ്റ്റ് തന്നെ 20 മിനിറ്റ് ഓറഞ്ച് നീര് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഫ്ലേവർ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒപ്പം ഓറഞ്ച് നീര് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലേവർ കിട്ടില്ല. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ചിക്കനും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചിക്കനും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. വലിയ ഭാഗങ്ങളിലേക്ക് നമുക്ക് മസാല നല്ലപോലെ ചേർത്ത് കൊടുക്കണം. നമ്മൾ മസാല പരട്ടിയതിന് ശേഷം 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്.
നമ്മൾ ഇതിലോട്ട് പുരട്ടി കൊടുക്കുന്നത് ഇതിലേക്ക് മസാല റെഡിയാക്കിയിരുന്നതിൻ്റെ ഗ്രേവിയാണ് ഇതിലേക്ക് നമ്മൾ പുരട്ടി കൊടുക്കുന്നത്. ഒന്നുകൂടെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാൻ പറ്റും. അല്പം സൺഫ്ലവർ ഓയിൽ ഇതിലോട്ട് ചേർന്ന് നമ്മൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഡ്രൈനെസ് ആയതൊന്ന് ഒഴിവാക്കാനാണ് നമ്മൾ ചെയ്യുന്നത്.